നമസ്കാരം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാന ചരിത്രത്തിലെ വലിയൊരു വിജയഗാഥയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 1925 സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ പ്രേരണയിലൂടെ തൊഴിലാളികൾക്ക് തൊഴിലും ന്യായമായ കൂലിയും ഉറപ്പാക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ ഊരാളുങ്കൽ എന്ന ചെറിയ ഗ്രാമത്തിൽ ഇതാരംഭിച്ചു. ലളിതമായ കൂലിപ്പണിക്കാരുടെ സംഘമായി തുടങ്ങി ഇന്ന് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളും IT, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ആഗോള സ്ഥാപനമായി ഇത് വളർന്നു. 1984 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിനായി മടപ്പള്ളി കോളേജിൽ 24 മണിക്കൂർ കൊണ്ട് ഹെലിപ്പാഡും 600 മീറ്റർ റോഡും സൊസൈറ്റി നിർമ്മിച്ചത് വാർത്തയായി. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഘടനയായ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൻ്റെ റിപ്പോർട്ടിൽ ഇൻഡസ്ട്രീസ് ആൻഡ് യൂട്ടിലിറ്റീസ് വിഭാഗത്തിൽ ലോകത്തിലെ സഹകരണ സംഘങ്ങളിൽ 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും നീളം ഉള്ള പാലം വലിയഴീക്കൽ പാലം, കേരളത്തിലെ ആദ്യത്തെ IT പ്രത്യേക സാമ്പത്തിക മേഖലയായ UL സൈബർ പാർക്ക്, മാതൃക പൊതുവിടമായ വാഗ്ഭടാനന്ദ പാർക്ക്, ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിനെ അരക്കറ്റിക്കരയുമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാലം, സരോവരം ബയോ പാർക്ക്, UL സൈബർ പാർക്ക്, ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ IT പാർക്ക്, പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചത്, NH-66 കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 6-വരിപ്പാത നിർമ്മാണം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. ഇങ്ങനെ തുടങ്ങിയ പല നിർമ്മിതികളും ഈ സൊസൈറ്റിയുടേതാണ്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് UN-ൻ്റെ ആസ്ഥാനത്ത് 2026 മെയ് 25-26 നടന്ന അന്താരാഷ്ട്ര സെമിനാറിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് സൊസൈറ്റിയുടെ ചീഫ് കോർഡിനേറ്ററായ മിസ്റ്റർ കിഷോർ കുമാർ TK ആണ്. ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രോത്ത് ഊരാളുങ്കൽ നടപ്പിലാക്കിയ ജനകീയ വികസന മാതൃകയെ UN ആഗോള പ്രതിനിധികൾ അഭിനന്ദിച്ചു. ഒരു സാധാരണ തൊഴിലാളി സംഘത്തിൽ നിന്നും ഊരാളുങ്കൽ എങ്ങനെയാണ് IT, ടൂറിസം, ക്രാഫ്റ്റ്സ് വില്ലേജ്, സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ അത്യാധുനിക മേഖലയിലേക്ക് വളർന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സമഗ്രമായ സംസ്കാര മുന്നേറ്റം ഇതിൻ്റെ ഭാവി ലക്ഷ്യത്തെയും ലോക സമ്മാനത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഈ യാത്രയിൽ പുതിയ പ്രതീക്ഷകൾക്കും സഞ്ചാരത്തിനും വഴിയൊരുക്കുമെന്ന പ്രത്യാശയോടെ ജയ്